സീരിയലുകളിലൂടെയാണ് ആലീസ് ക്രിസ്റ്റി പ്രേക്ഷകർക്ക് സുപരിചിതയാവുന്നത്. നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ താരം ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആലീസ്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആലീസ് തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അടുത്തിടെ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ കണ്ണിന് സർജറി ചെയ്യാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. കണ്ണട പൂർണ്ണമായും ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സർജറി. കണ്ണട വയ്ക്കുന്നത് മൂലം ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കാര്യം ആലീസ് പറഞ്ഞിരുന്നു. കണ്ണിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് പോകുന്നതിന് മുൻപുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും താരം നേരത്തെ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കിയതാണ്. അനസ്തേഷ്യ ചെയ്യില്ല, പെയിൻലെസ് സർജറിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും തനിക്ക് ഭയങ്കര പേടിയാണ്, ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടെന്ന് ആലീസ് പറഞ്ഞതാണ്. സർജറി കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് ആവശ്യമാണെന്നും താരം പറഞ്ഞിരുന്നു. ഇപ്പോൾ സർജറിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് ആലീസ് പങ്കുവച്ചിരിക്കുന്നത്. പ്രാർത്ഥനയോടെയാണ് ഇറങ്ങിയതെന്നും ടെൻഷനും ബിപിയുമൊക്കെ ഉണ്ടായിരുന്നെന്നും ആലീസ് പറഞ്ഞു. പക്ഷേ സർജറിക്ക് ശേഷം പ്രശ്നമുണ്ടായില്ല എന്നും 25 മിനിറ്റ് ദൈർഘ്യമുള്ള സർജറിയാണെന്നും ആലീസ് പറഞ്ഞു. അനസ്തേഷ്യയുടെ ഡ്രോപ്പ് കണ്ണിൽ ഉറ്റിച്ച ശേഷമാണ് സർജറി ചെയ്യുന്നതെന്നും താരം പറയുന്നു. സർജറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ഷീണമായിരുന്നു കണ്ണിനെന്നും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെന്നും 2 ആഴ്ചയോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും താരം പറഞ്ഞു. കണ്ണിനാണ് സർജറിയെങ്കിലും വായ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നും 2 ആഴ്ച ഭയങ്കര വിശപ്പും ക്ഷീണവും ആയിരുന്നുവെന്നും ആലീസ് ക്രിസ്റ്റി പറയുന്നു. ഇപ്പോൾ എല്ലാം മാറി ബാക്ക് ടു നോർമൽ എന്ന സ്ഥിതിയിൽ എത്തിയെന്നും കണ്ണടയില്ലാതെ എല്ലാം ക്ലിയറായി കാണാം എന്നും നല്ല തെളിച്ചം തോന്നുന്നുണ്ടെന്നും ആലീസ് പറഞ്ഞു. പ്രാർത്ഥിച്ചവർക്ക് നന്ദിയും ആലീസ് പറയുന്നുണ്ട്. സർജറിയുടെ ചെലവും ആലീസ് പറഞ്ഞു. എല്ലാം കൂടെ തനിക്ക് ചെലവായത് 50,000 രൂപ ആണെന്നാണ് ആലീസ് പറഞ്ഞത്. തന്നെപ്പോലെ ഈ സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാമെന്ന് കരുതിയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചതെന്നും ആലീസ് പറഞ്ഞു. സീരിയലിനു പുറമെ സ്റ്റാർ മാജിക്കിലും ആലീസ് ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന താരം ഇപ്പോൾ ഷൂട്ടിങ്ങിൽ നിന്നും ബ്രേക്ക് എടുത്തിരിക്കുകയാണ്.